നമസ്കാരം. നമസ്കാരം. ഞാൻ പെണ്ണിന്റെ മാമനാണ്, ശകുനി മാമൻ. ശകുനി മാമൻ. ഞാൻ വിളിക്കാം. ബാ മോളെ. ബാക്കിയുണ്ടോ മാമ? ഇതാണ് പെണ്ണ്. ബ്യൂട്ടിഫുൾ. അയ്യോ ഇതല്ല, ഇത് പെണ്ണിന്റെ അമ്മയാണ്. മാമി 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 ബ്യൂട്ടിഫുൾ. വെരി അമ്മയെന്നും ഉമ്മയെന്നും മമ്മിയെന്നൊക്കെ പറയുമല്ലോ, വിവിധ ഭാഷകളാണ്, നൂജനാണ്. ഇതൊക്കെ എല്ലാവരും ഒരു പ്രത്യേക താല്പര്യത്തില് അല്ലെ. അപ്പൊ ആരാണ് ഇതിനകത്ത് ചെറുക്കൻ? ആരാണ് ഇത്? ഇത് മേരാ അനിയൻ. അനിയൻ ആനിയൻ ഇത് ബ്രദർ. അവന്റെ കൂട്ടുകാരൻ. ഇത് മാമൻ. എല്ലാരും ഒരുമിച്ച്. ഓക്കെ. വളരെ സന്തോഷം. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിടാം. ഫോൺ അടിക്കണ്ടല്ലോ. ഫോണിട്ടുണ്ട്. ഹലോ. ബിസിയാണ്. ഓക്കെ ഓക്കെ, നീ പേടിക്കണ്ട. ഓക്കെ, നമ്മള് സൈസ് ആക്കാം, പേടിക്കണ്ട. ഓക്കെ, നീ ലൊക്കേഷൻ ഇട്. ഓക്കെ 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 ഓക്കെ, നമ്മള് സൈസ് ആക്കും, നീ പേടിക്കണ്ട. ഓക്കെ, ലൊക്കേഷൻ ഇട്. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്, വരൂ മാമ. ഹായ്, ലൊക്കേഷൻ ക്ലിയർ. ഓക്കെ, ഇരിക്കും മക്കളൊക്കെ കസേരയിലേക്ക് ഇരിക്കും. കസേര. ഓക്കെ, ചെയറിലേക്ക് ഇരിക്കും. ഓക്കെ ഓക്കെ മോളെ വിളിക്കാം. ഓക്കെ. ശരി, ഇരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒരു ഗൃഹത്തിൽ നിന്ന് വന്നതാണ്. അവര് കുടുംബക്കാരാണത്. അപ്പൊ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഇതല്ലേ, അതൊക്കെ നമ്മള് കാണേണ്ടി വരും. താമസിക്കുന്നിടത്ത് ബ്ലൈഡ് ഒന്നും കിട്ടൂലേ? മുടിയും വെട്ടിയിട്ടില്ല, താടിയും വെടിച്ചിട്ടില്ല, വെള്ളവും കെട്ടിട്ടില്ല തോന്നുന്നു. മോളെ വിളിക്കട്ടെ. അപ്പൊ മോള് പെണ്ണിനെ വിളിക്കുന്നത്. ബാക്കിയുണ്ടോ? ബഗ്ഗി മേടിക്കാൻ പോകാൻ ഇവിടെ ബജിയെ ബജി മോളെ സ്കൂളിലാ പഠിക്കണേന്ന് ചോദിച്ചാൽ. ബാ മോളെ, ഇതാണ് മോള്. എന്റെ ഒരു വകയിലെ ബന്ധുവാണ്. അവക്കൊരു മോള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മോള്. ഇഷ്ടപ്പെട്ടെന്നാണ് പറയണത്. അത് അവരുടെ ഒരു ഭാഷയാണ്. ഇവിടുത്തെ ന്യൂജൻ പിള്ളേരാണ്. അവരെ കൈയടിച്ചാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ പല്ല് കടിക്കും. ഫോൺ നമ്പർ മോളുടെ ഫോൺ നമ്പർ ചോദിക്കണേ. കൊടുത്തോട്ടെ ഞാൻ. 9471 ഇങ്ങോട്ട് 9840 6. ഇതൊക്കെ എന്ത് ജന്മങ്ങള്. ഇത് എന്റെ ഫോൺ നമ്പറാണ് കൊടുത്തേക്കണത്. ഇവളുടെ കൊടുത്തില്ല. അവനൊന്ന് മെസ്സേജ് വിട്ട് മരിക്കും. ഇഷ്ടം പോയിട്ട് നാല് കൂറ് വരും. അപ്പോ നാളെന്ന് പറയും. നാളെ പറഞ്ഞ പോരെ? ഇന്നെ പറഞ്ഞു. അതല്ല, നാളെ പറയുക. അമ്മയുടെ ഒക്കെ നാളെ പറയും. എന്റേത് പൂയം, മോളുടേത് ഉപ്പിട്ടാതി. അപ്പൊ മനുഷ്യഗണവും ദേവഗണവും ഒക്കെ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇവിടെ സംഭവിക്കാനുള്ള പറഞ്ഞ വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, അതിന്റെ അനന്തര ഫലങ്ങൾ, ഇതൊക്കെ അറിയാനുള്ള ഒരു വരവാണല്ലേ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോ ജ്യോതിഷപ്രകാരം നമ്മൾ വിവാഹശേഷം വധുവിന്റെ മാതാപിതാ ഗുരുദൈവമാണെങ്കിൽ ഇവിടെ പിതാവിന് സ്ഥാനമില്ല കേട്ടോ. വധുവിനും അച്ഛനില്ല. അച്ഛൻ നേരത്തെ തട്ടിപ്പോയി. മകള് ജനിക്കണേന് മുമ്പ് എന്റെ അച്ഛൻ മരിച്ചു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും യോഗം കാണുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വിവാഹശേഷം വിദേശ യാത്രക്കുള്ള ഒരു യോഗം ഇവിടെ കാണുന്നുണ്ട്. എന്റെ ജോത്സ്യരെ, ഞാൻ വിദേശത്ത് പോകുകയെന്നുള്ളത് അറിയാനല്ല വന്നത്. ഈ കെട്ടാൻ പോണ പെങ്കൊച്ചിന്റെ ചെറുക്കന്റെ സ്വഭാവത്തിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ. വിവാഹാനന്തര ജീവിതം മകൾക്ക് പുണ്യമാണോ എന്നറിയാം. സത്യം പറഞ്ഞ ഈ ജ്യോത്സ്യന്മാര് പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ ജ്യോത്സ്യത്തിൽ അവർക്ക് പറയാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ, അതാകുമ്പോ നമുക്ക് എന്തും വിളിച്ചു പറയാം. ചില ആൾക്കാരത് കേട്ട് വിശ്വസിച്ചോളൂ. ഇതിപ്പോ ഈ ചെറുക്കന്റെ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ രീതികൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവൻ മരുന്നാണോ, വലിയാണോ, പുകയാണോ, നമുക്ക് ചന്ദനത്തിൽ കത്തിച്ചുള്ള പരിചയമുള്ളൂ. അപ്പൊ അതൊക്കെ സ്വഭാവങ്ങളും അവന്റെ രീതികളും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, ഒരു ഡോക്ടറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അദ്ദേഹത്തെ പോയി കാണുക. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും. ഒരു ഡോക്ടർമാർക്ക് അറിയാലോ MDMA ആണോ കഞ്ചാവാണോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പോവുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിദേശ യോഗത്തിലുള്ള യോഗമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. അവരുടെ ടെക്നോളജി, അതിനുള്ള എല്ലാ ടെക്നോളജിയും ഡോക്ടേഴ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഡോക്ടറെ നീ ഒന്ന് കാണും കേട്ടോ. നമ്മള് ഉത്തര ധ്രുവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതിലേക്കായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക? അതിങ്ങ് വെച്ചോളൂ. അല്ല, ഗൂഗിൾ പേ
ഗൂഗിൾ പേ പുറത്ത് സ്കാനർ ഉണ്ട്. QR കോഡ് വെച്ചിട്ടുണ്ട്. ചെയ്തേക്കണേ. വൈഫ് അവിടെ ഉണ്ട് കേട്ടോ, അവള് പിടിക്കും. നിങ്ങളെ മഹാബേയ. നമസ്കാരം. 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 അല്ല നമസ്കാരം. പിന്നെ ഞാൻ കുട്ടികളുടെ ഡോക്ടറാണ്. ഇപ്പൊ പണി ഇത്തിരി കുറവായതുകൊണ്ട് മുതിർന്നവരെ നോക്കാം. എന്താണ് അസുഖം? അസുഖത്തിന് വേണ്ടി വന്നതല്ല, പിന്നെ നമ്മുടെ ഒരു മോളാണേ. ഇതാണ് ഇത് മോളല്ല, ഇവളുടെ മോള്. അപ്പൊ ആ മോക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പൊ ശങ്കുണ്ണി മറ്റേ ജോത്സ്യന്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പൊ ശങ്കുണ്ണി ജോത്സ്യൻ പറഞ്ഞ് പണ്ടത്തെ പോലെ പ്രവചനങ്ങൾ ഏൽക്കുന്നില്ല, അപ്പൊ മനപ്പുറത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഡോക്ടറെയും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാലേ ഇപ്പൊ പല കേസുകളും കല്യാണാലോചനക്ക് ഇങ്ങോട്ടാ വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പല രീതിയിലുള്ള ആൾക്കാരാണല്ലോ, പണ്ടത്തെ തലമുറ അല്ലല്ലോ. അപ്പൊ ചെറുക്കനെ കുറിച്ച് അറിയണം. ചെറുക്കനെ കുറിച്ച് അറിയണം. ചെറുക്കൻ വന്ന് കണ്ടു. അപ്പൊ അവര് 3-4 കൂട്ടുകാരായിട്ടാണ് വന്നത്. മോളെ അപ്പൊ വന്ന് കണ്ട് അങ്ങനെ പോയി. അപ്പൊ ജാതക പൊരുത്തവും മനപ്പൊരുത്തവും അതല്ലല്ല ഇപ്പൊ പ്രധാനം, വ്യത്യാസം വന്നല്ല. അപ്പൊ ഡോക്ടറോട് ചോദിച്ച കാര്യങ്ങൾ അറിയാമെന്നിങ്ങനെ പറഞ്ഞു. ചെറുക്കൻ മരുന്നാണെന്ന് അറിയണം. ചെറുക്കൻ മരുന്നാണെന്ന് അറിയണം. അതിനല്ലേ വന്നത്. അസുഖമൊന്നുമില്ല അവന്. അസുഖമൊന്നുമില്ല. അതല്ല ഇപ്പൊ MDMA പിള്ളേരൊക്കെ വഴിതെറ്റി പോവുകയാണല്ലോ. അപ്പൊ പലരും വരുന്നുണ്ട് ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിട്ട്. ഞാൻ നോക്കിയിട്ടേ ഇത് ചെറുക്കൻ എങ്ങനെയാ അവന്റെ സ്വഭാവം വന്നപ്പോ, പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ 4 കൂട്ടുകാരും കൂടിയാണ് വന്നത്. വന്നതൊക്കെ ഒരേ ടൈപ്പുള്ള. വന്ന് മല്ല് കടിച്ചായിരുന്നോ? പല്ല് കടിച്ചായിരുന്നോ? പല്ല് കടിച്ച്. നമ്മളോടുള്ള ദേഷ്യമാണോ എന്ന് എനിക്കറിയില്ല. പല്ല് കുറെ പ്രാവശ്യം കടിക്കണ്ട. ഈ സ്വഭാവമുള്ളവര് സ്വാഭാവികമായിട്ട് പല്ലൊക്കെ കടിക്കുക ഇടക്കിടക്ക്. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിക്കും. അയ്യോ അതും കാണിച്ച് പിന്നെ ഈ പല്ലിന്റെ ഇവിടെ കറ വല്ലതും ഉണ്ടായിരുന്നു. പല്ല് മൊത്തം കറിയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരുടെ ചേഷ്ടികൾ ഒരുപാടുണ്ട്. ഒരുപാട് വാക്കുകളൊക്കെ പറയും. എന്തൊക്കെ വാക്കുകളാണ് അവർ പറഞ്ഞത് നോക്കി. അവൻ ഇങ്ങനെ സ്കെച്ചിട്ട അവന് ഇടയ്ക്ക് ഒരു ഫോൺ വന്നു. സ്പോട്ട് എവിടെയാണ് നമ്മള് കേൾക്കാത്ത കുറെ വാക്കുകളൊക്കെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒഴിവാക്കണേ നല്ലത്. ഒഴിവാക്കണേണ് നല്ലത്. കാരണം എന്റെ സംശയത്തില് അവന് ചെറിയൊരു മരുന്നാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പൊ അതല്ല, നിങ്ങൾക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ നഖോ മുടി കൊണ്ടുവന്നാ മതി. അയ്യോ നഖത്തിനും മുടിക്കൊക്കെ ഇനിയിപ്പോ എവിടെ പോവാനോ? അല്ല, നമുക്ക് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാന്ന്. ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാലോ. അതുകൊണ്ടാ സാധനം കിട്ടണ്ടേ ഡോക്ടറെ? അല്ല ഡോക്ടർ, അല്ലാണ്ട് പിന്നെ നമുക്ക് ബോധം കെടുത്താതെ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. വേറെ എന്തെങ്കിലും ഒരു മാർഗം എന്തെങ്കിലും? വേറെ ഒരു മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെല്ലുക. പോലീസ് സ്റ്റേഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അവന്റെ പേരിൽ കേസുണ്ടോ, അവന് MDMA മയക്കുമരുന്ന്, ബ്രൗൺ ഷുഗർ ഇതിനൊക്കെ അടിമപ്പെട്ടവനാണോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളവ് കേസോ പിടിക്കേസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്താൽ മതി. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് പരാതിയായിട്ട് വന്നത് സാർ? എന്താണ് മിസ്സിംഗ് വല്ലതും ആണോ? അയ്യോ അല്ല സാറേ, പരാതിയല്ല, ശരിക്കും പറഞ്ഞ ഒരു അന്വേഷണം. എന്റെ മോളെ ഒരു കല്യാണാലോചന വന്നു മോക്ക് വേണ്ടിട്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഈ നാട്ടിൽ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ ഈ പയ്യനെ പറ്റി ഒരു ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിക്കാനായിട്ട്. സാധാരണ നമ്മൾ നാട്ടുകടപ്പ് അനുസരിച്ച് അയലത്തുകാരോടും നാട്ടിലുള്ളവരോടും ഒക്കെ ആണല്ലോ നേരത്തെ ഒക്കെ ചോദിച്ചോണ്ട്. ഇപ്പൊ ഈ പയ്യന്മാരെ പറ്റി അറിയണോ? പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദിക്കണം സാറേ. അവരുടെ പേര് വല്ല കേസാ ബുക്കാറോ വല്ലതും ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് വേണം ഈ ആലോചന മുന്നോട്ട് നീക്കാൻ. ഇത് അവന്റെ ഡീറ്റെയിൽസ് ആണ് സാറേ. ഈ പയ്യൻ നമ്മുടെ ശേഷം പറഞ്ഞുള്ളതാണോ? അല്ല, അപ്പൊ ഞാനിപ്പോ ജോത്സ്യന്റെ അടുത്ത് പോയി. ജോത്സ്യന്റെ അടുത്ത് നമ്മൾ സാധാരണ ജാതക പൊരുത്തം അതും ഇതൊക്കെ നോക്കലാണല്ലോ സാറേ. അപ്പൊ പുള്ളി അത്യാവശ്യം പറഞ്ഞ മനപ്പൊരുത്തം ഉണ്ട്, പിന്നെ 10-5 പൊരുത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ബാക്കി പൊരുത്തങ്ങൾ പറയാൻ പുള്ളിക്കും പറ്റണില്ല. അപ്പൊ പുള്ളി പറഞ്ഞ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് സാറിനെ ഒന്ന് കാണണം, സാറിന്റെ ശേഷം പരിധിയാണ്. അപ്പൊ സാറിന് മനസ്സിലാകും അവന്റെ പേരിൽ എന്തെങ്കിലും കേസോ ബുക്കാറോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ സാറേ. ആകെ ഒരു മോളേയുള്ളൂ, എന്റെ ഒരു വകയിലൊരു പെങ്ങളാണ്, ഒരു മോളേ ഉള്ളൂ. കൊടുക്കണത് നമുക്ക് പണ്ടത്തെ കാലം പോലെ അല്ലല്ല. ഓക്കെ, ഞാൻ റീസെർച്ച് വിളിച്ചു നോക്കട്ടെ. എന്റെ പേരെന്താന്ന് പറഞ്ഞ? ഇവന് കമലഹാസദാസ്. ഹാ ബിജു, ഒരു കേസ് ജസ്റ്റ് നോക്കാം. ഡീറ്റെയിൽസ് വിളിച്ചു നോക്കണേ.
ഒരു കമലഹാസദാസ് എവിടെ സ്ഥലം എവിടെ? ഈ ഏറ്റവും മുക്കറക്കത്തി അവന്റെ ഒരു നോക്കിയ സുലൂടെ നോക്കണേ. നമ്മുടെ ഈശ്വരനെ വിളിച്ച് ചോദിച്ചിട്ട് പെട്ടെന്ന് വിളിക്കും. ഒരു പ്രൊപ്പോസലായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ ഇപ്പോഴത്തെ രീതി അതാണല്ലോ, പ്രൊപ്പോസൽ പോലീസിനും മാത്രമല്ല ബന്ധപ്പെടുന്നത്. ഓക്കെ, പെട്ടെന്ന് വിളിക്കാം. അപ്പൊ അവന് അറിയാൻ പറ്റുമല്ലോ. പിന്നെന്താ നോക്കട്ടെ, ഇപ്പൊ കോൾ വന്നിട്ട് ചെയ്യാൻ പറ്റും. എന്താ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലേക്ക് ചെന്ന് വീഴുന്നതിനേക്കാൾ നല്ലതേ നമ്മളിപ്പോ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗണിച്ച് ഗുണിച്ച് കാര്യങ്ങൾ പറയാം. വർഗപ്പൊരുത്തമാണ്, മനപ്പൊരുത്തമാണെന്ന്. അപ്പൊ അത് പറയാൻ പറ്റാത്തത് പുള്ളിയും കൈയൊഴിഞ്ഞുകൊണ്ടാണ്. നോക്കട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ആമ്പിള്ളേരുടെ ഒരു സ്വഭാവങ്ങളല്ലേ സാറേ, നമ്മൾ എങ്ങനെ വിശ്വസിക്കും പിള്ളേരെ കെട്ടിച്ചു? ഹാ ബിജു പറഞ്ഞോ. അത് ശരി, ആർച്ചസുണ്ട്. നമ്മുടെ ലിസ്റ്റിലുള്ളതാണോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ശരി. എന്താ സാറേ? എന്താണ് സാറേ? ആള് കുഴപ്പക്കാരനാണ്. അയ്യോ, ആളുടെ പേരിൽ 4 കേസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസിലുണ്ട്. ആലപ്പുഴയിലെ 4 കേസിൽ വേറെ ഉണ്ട്. MDMA ഉണ്ട്. നിങ്ങൾ നല്ല സമയത്തോടെ വന്ന് കയറിയതായാലും എന്തായാലും തിരക്കാൻ തോന്നിയത് ഞങ്ങളുടെ ദൈവഭാഗ്യം. 4 കേസ് നിലവിലുണ്ട്. ഒന്നിൽ പിടികിട്ടാപ്പുള്ളിയാണ്, 2 വാറണ്ടും ഉണ്ടാകും. നിങ്ങൾ സമയത്ത് വന്ന് ഉപകാരമായി. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ വരാൻ നേരെ കല്യാണത്തിന് പോയിരുന്നെങ്കിൽ പെട്ടുപോയി. എന്റെ കൊച്ചിന്റെ ജീവിതം പോകത്തില്ലായിരുന്നു സാറേ. ഉറപ്പ്. ബുദ്ധിപരമായിട്ട് ഞാൻ പറഞ്ഞതല്ലേടി, ആലോചിച്ചിട്ട് വേണം പോകാനും. ഞാൻ എപ്പോഴും പറയും അല്ല, അവന്റെ ഫോൺ നമ്പർ നിൽക്കുന്നേക്ക്. അപ്പൊ അവന്റെ പഴയ ഫോൺ നമ്പർ നമ്മുടെ നഷ്ടപ്പെട്ട് പോയായിരുന്നു. എനിക്കുണ്ടല്ലേ? നമുക്ക് DCR പിടിച്ച് വേണ്ടി വിട്ടുന്ന വാറണ്ട് കൂടി ഞങ്ങളാണ് നമ്പർ തന്നെയെന്ന് പറയാൻ കേട്ടോ സാറേ. അതും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കേസ് പോലെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വന്ന തക്ക സമയത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ഒഴിവാകാലോ? ഒഴിവായിക്കോളൂ, 100% ഒഴിവായിക്കോളൂ. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അതൊന്നുമില്ല, ഒന്നും പഠിക്കാതെ പോലീസ് മേലെ എന്നെ ഇരിക്കുള്ളൂ. കമാൻഡ് വെക്കും. ശരി, ആയിക്കോട്ടെ. ശരി. എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, ഇപ്പൊ അവിടെ എത്ര പേര് വന്ന് പെണ്ണ് കണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിലുള്ളവന്മാർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. വിദേശത്ത് ജോലിയുള്ള വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ സേഫ് ആയിരിക്കും. മാമൻ എന്താ ഇത്ര നിർബന്ധം എന്റെ മോളെ വിദേശത്ത് ജോലിയുള്ളവന് തന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന്? എനിക്ക് ഒന്നേലൊരു മോളല്ലേ ഉള്ളു. അത് എന്റെ കൂടെ ഈ നാട്ടിൽ എന്റെ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടം. എടി, നമ്മുടെ നാട് പോലെ അല്ലടി ആ നാട്. നിയമങ്ങളും നീതികളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അവിടെ ടെസ്റ്റ് ഉണ്ട്, ഇവിടെ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവനൊന്നും ഈ സാധനത്തിനൊന്നും അഡിക്റ്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സേഫ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പറയണത് മാമൻ. നീ എന്താ ആലോചിക്കണത്? അല്ല മാമ, ആ ജോത്സ്യര് പറഞ്ഞ എത്ര സത്യമാണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എനിക്ക് ഇവക്കും വിദേശയോഗം ഉണ്ടെന്ന്. എടി, എന്നാ വിദേശത്ത് നിന്ന് വന്നേക്കണ വിവാഹം ഫിക്സ്.